ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ നാട്ടിൽ നല്ല മഴയാണ്, ബൈക്കും കൊണ്ട് പോകാനേ പറ്റത്തില്ല. അതുകൊണ്ട് ബസ്സിൽ കയറിയിട്ട് വെച്ച് പിടിച്ചു. കാരാപ്പുഴ ഡാമിലോട്ടാണ് ഇന്നത്തെ പോക്ക്. പണ്ട് കാലത്തൊക്കെ ഡാം കാണാൻ ആൾക്കാർ വരുന്നതെങ്കിൽ ഇപ്പം അതിനകത്ത് നിറയെ ആക്ടിവിറ്റീസാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറാനും അവധിക്കാലം ആഘോഷിക്കാനും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി 30 രൂപയാണ് ടിക്കറ്റ് പൈസ. പിന്നെ ഉള്ളിൽ ഓരോ ആക്ടിവിറ്റീസിനും എക്സ്ട്രാ പൈസ നമ്മൾ അവിടെ പേ ചെയ്തിട്ടാണ് ഓരോന്നിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ ചില വിശാലമായൊരു ഗ്രൗണ്ടാണ്. കാരണം സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തിരിച്ചു പോകത്തില്ല. കാരണം അത്രയും നല്ലൊരു പൂന്തോട്ടം, നല്ലൊരു ഗാർഡൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കപ്പിൾസ് ആയിട്ട് വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും പ്രായമുള്ള ആൾക്കാർ വന്നാലും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ആക്ടിവിറ്റീസ് നമ്മുടെ ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഡാം കാണാൻ വരുന്നേക്കാൾ കൂടുതൽ ഇവിടുത്തെ ആക്ടിവിറ്റീസുകൾ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നടന്ന് നമുക്ക് നേരെ മുന്നോട്ട് പോകുമ്പോൾ കാണാം, ഇതിൻ്റെയൊക്കെ പേരെനിക്ക് അറിയാൻ പാടില്ല, അതുപോലത്തെ സംഭവങ്ങൾ. പിന്നെയും മുന്നോട്ടേക്ക് നടന്ന് നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന വഴി കംപ്ലീറ്റ് പൂന്തോട്ടമാണ്. എത്രയോ ഏക്കറാണെങ്കിലും പൂന്തോട്ടമാണെന്ന് തോന്നുന്നു, എനിക്കിങ്ങനെ കണ്ടിട്ട് തോന്നുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചുറ്റുപാടും വഴിയാണ്, ഊടുപാട് വഴിയാണ്. നമുക്ക് ഓടി നടന്ന് കാഴ്ചകൾ കാണാം. പിന്നെ വേറൊരു കാഴ്ചയുണ്ട്, ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നീട്ടമുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സിപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കയറുന്ന എൻട്രിയിൽ അവിടുന്നാണ് അതിൻ്റെ ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടിയിൽ അവർ കയറ്റിക്കൊണ്ടുപോകും. എന്നിട്ട് അങ്ങ് ദൂരെ കാണുന്ന അപ്പുറത്തുനിന്നാണ് അവിടുന്നാണ് സിപ്പ് ലൈൻ തുടങ്ങുന്നത്. ഏകദേശം 390 രൂപയാണ് ഒരാൾക്ക് ചാർജ് ആക്കുന്നത്. കാരണം നമ്മൾ അവിടുന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് നമ്മളെ ഈ പാർക്കിലോട്ടേക്കാണ് ഈ സിപ്പ് ലൈനിൻ്റെ അവസാനം നമ്മൾ ഇറങ്ങുന്ന എൻട്രി സ്ഥിതി ചെയ്യുന്നത്. ആ ലേഡി അവിടെ സ്റ്റോപ്പായിപ്പോയി. കാരണം സ്പീഡ് പറഞ്ഞ് പതുക്കെ അവിടെ നിർത്തിയത്. ഇപ്പുറത്തെ ഒരാൾ ഇറങ്ങാനുള്ളതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ആക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ ഇവിടുന്ന് ഒരു ലൈൻ അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പിടിച്ച് കഴിയുമ്പോൾ അവർ ഇവിടുന്ന് കയറ് വെച്ച് വലിക്കും. അങ്ങനെ വലിച്ചിട്ട് ഇവിടെ എൻഡിങ്ങിൽ കൊണ്ട് നിർത്തും. ഇത്രയും തന്നെ ദൂരം ഉള്ളതുകൊണ്ട് നല്ല സേഫ്റ്റിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് പേര് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഓരോ റൗണ്ട് കഴിയുമ്പോൾ ഓരോരുത്തരും വന്ന് ഇവിടെ എൻഡിങ് തീരുമ്പോൾ തന്നെ അടുത്ത ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ആക്ടിവിറ്റീസാണ് ഇതിനകത്ത് കറങ്ങുന്നത്. എന്ന് വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവരെല്ലാവരും ഉണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണത്. അതുപോലെ തന്നെ മറ്റൊരു ആക്ടിവിറ്റീസാണ് ഊഞ്ഞാലാട്ടം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരങ്ങനെയാണ് പറഞ്ഞത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഒരു അഡ്വഞ്ചർ പ്രോഗ്രാം എന്ന നിലയിൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാം, ഈ ഡ്രോപ്പ് വിടുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. നമുക്ക് താഴെ നിന്ന് നമ്മൾ കാണുന്ന നമുക്ക് തന്നെ ഇത് പേടിയാവും. ഇത് കാണുന്ന ആൾക്കാരൊക്കെ എന്തായാലും തീർച്ചയായിട്ടും വരണം. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരണം. കാരണം ഇതൊക്കെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മളെ അടുത്ത് തന്നെ, നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഒരുക്കി തരുന്നതുമുണ്ട്. അപ്പോൾ അത് എല്ലാവരും വന്നൊന്ന് ട്രൈ ചെയ്യുക. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് പങ്കെടുക്കുക. നേരിട്ട് വന്ന് കണ്ട ഒരു എക്സ്പീരിയൻസിലാണ് ഞാനിതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പൂക്കളുടെ ഇടയിൽ കൂടിയല്ല നടന്ന് നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഡാം ഇവിടെ പകുതി വരെ നമുക്ക് പോയി കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി അവിടെ ബ്ലോക്കാക്കി വെച്ചേക്കാണ്. പണ്ട് കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഡാമിൻ്റെ അടുത്ത് വരെ പോയി നമുക്ക് വെള്ളച്ചാട്ടം വരെ എത്താൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ അടച്ചിരിക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, കംപ്ലീറ്റ് അടച്ചിരിക്കുന്നത്. കാരാപ്പുഴ ഡാം എന്ന് പേര് മാറ്റിയിട്ട് അഡ്വഞ്ചർ ടൂറിസം എന്ന് പേരാക്കേണ്ടി വരുമോ എന്ന് എനിക്ക് സംശയമായിപ്പോയി ഇവിടെ വന്ന് കണ്ടപ്പോൾ. കാരണം അത്രമാത്രം മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ പൊതുവെ ആൾക്കാർ കുറവാണ്. അത്രമാത്രം കുറവല്ല, ഇത് കേട്ടറിഞ്ഞ് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇങ്ങനത്തെ അഡ്വഞ്ചർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെന്ന് കേട്ടറിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ ബാറിൽ വെച്ച് അടച്ചേക്കാണ്. നമുക്ക് ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുക, അത് കഴിഞ്ഞ് തിരിച്ചു പോവുക. അപ്പം വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ഡാമിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റത്തില്ല. മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം കാണാൻ പറ്റാത്തത്. പൊതുവേ വെള്ളം കുറവാണ്. സാധാരണ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നിറച്ചും വെള്ളമാവും. പക്ഷേ ഇവിടെ അത്രയും വെള്ളമില്ല. കാരണം എന്താണെന്ന് അറിയില്ല. ഇപ്രാവശ്യം മഴയുടെ കുറവാണ്. കാലാവസ്ഥേൻ്റെ ഒക്കെ മാറ്റം കൊണ്ടാണ് ഇങ്ങനത്തെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചുറ്റും നടന്നു പോകുമ്പോൾ ഇങ്ങനെ വേറൊരു കാഴ്ച കാണാം. പൂക്കൾ ഇങ്ങനെ സൈഡിൽ കൂടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളുണ്ട്. ചെറിയ ക്യാൻറ്റീൻ സൗകര്യം ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ബാത്റൂം സൗകര്യങ്ങൾ, ആർക്ക് വന്നാലും വാഷ്റൂമും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പണികൾ മൊത്തം പൂർത്തിയാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വയനാട്ടിലോട്ട് ടൂറിസത്തിന് വരുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ വന്നൊന്ന് കാണണം. ഈ മഴക്കാലം തീരുമ്പോഴത്തേക്കും ഇവിടുത്തെ കംപ്ലീറ്റ് പണികൾ പൂർത്തിയാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് ബസ്സിന് തന്നെ കയറി പോകേണ്ടതുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും നന്ദി പറയുകയാണ്.